കല്യാണം പാലുകാച്ചൽ, പാലുകാച്ചൽ കല്യാണം. MG പറഞ്ഞോളൂ. ഇത് 2020 മോഡലാണ്. ഇതിൽ ക്യാമറ, ടച്ച് സ്ക്രീന്, സ്റ്റെയറിംഗ് കൺട്രോൾ, എയർ ബാഗ് അതൊക്കെ തന്നെ വരുന്നുള്ളൂ. എന്താണെന്നറിയില്ല, ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഇത് നമ്മൾ അങ്ങനെ കാണാറില്ല. ഹ്യുണ്ടായ് അൽക്കാസറാണ്, KL1 രജിസ്ട്രേഷൻ. ബാക്കി ക്രെറ്റ, വെന്യൂ ഇതൊന്നും ഒഴിവാക്കില്ല. വലുത് കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ്. 14-15 വരെയൊക്കെ മൈലേജ് കണ്ടാൽ മതി മാക്സിമം അല്ല? അല്ലല്ല, മാനുവലിനൊക്കെ കിട്ടും, 17 കിട്ടും. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, കിട്ടുന്നുണ്ട്. അതെ അതെ, മീറ്റർ കാണിച്ചാണ്. ക്ലസ്റ്ററിൽ കാണിച്ച ഒരു 2 കിലോമീറ്റർ ഒക്കെ കുറവേ കിട്ടും. കാണിക്കുന്ന കിലോമീറ്ററിന്റെ 2 കിലോമീറ്റർ ഒക്കെ കുറവേ ഉണ്ടാവും ക്ലസ്റ്റർ നോക്കുന്നതാണെങ്കിൽ. നമുക്ക് വീഡിയോ എടുക്കാം. തുടങ്ങാം. ഇനി വില കുറച്ച് കൊടുക്കും മര്യാദക്ക്. റേറ്റ് ഒക്കെ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കാം. ഉറപ്പാ 100%. ക്രിസ്മസിന്റെ ന്യൂ ഇയറിന്റെ എല്ലാ ഓഫറും ഉണ്ട്. വില കുറച്ചിനാ? എല്ലാത്തിനും കുറച്ചാണ്. ഉറപ്പല്ലേ? സത്യം 100% ഉറപ്പാ. എല്ലാത്തിനും കുറച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? അത് ഏത് നിങ്ങൾ പറഞ്ഞോളി. ഹായ്, അപ്പോൾ നമ്മുടെ ക്യാപ്സിലെ ഇയർ എൻഡിങ് സെയിൽ സ്പെഷ്യൽ എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. കോഴിക്കോട് ക്യാപ്സ് കാസ്. ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവണ്ണൂരാണ് അല്ലേ? അനസ് നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് ചെറിയൊരു സുഖമല്ല? ഓക്കെ. അപ്പോൾ ഇന്ന് എല്ലാ സ്റ്റോക്കും ഉണ്ടോ? എല്ലാ സെഗ്മെന്റും ഉണ്ട്. അതിൽ 2023 വണ്ടികളും 22 ലാസ്റ്റ് വണ്ടികളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ റേറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും ഉണ്ട്, എല്ലാത്തിനും സ്പെഷ്യൽ. വർഷം അവസാനമാണ്, അതുകൊണ്ട് ഈ വർഷം മാക്സിമം കുറച്ച് കൊടുക്കുന്നുണ്ട്. ഉറപ്പല്ലേ? 100%. ആകെ 6-7 മാസം പഴക്കമുള്ള വണ്ടികൾ വരെ ഈ പ്രശ്നം നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതെ, പിന്നെ അതേപോലെ ക്യാപ്സിൻ്റെ ഒക്കെ ഫോളോ ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യ വാഹനം സെൽട്ടോസ് ആണ്. നമ്മളെ മെയിൻ വാഹനം. അതെ, KL1 രജിസ്ട്രേഷൻ വാഹനമാണ്. ന്യൂ ആണല്ലോ അല്ലേ? പുതിയ വണ്ടിയാണ്. എത്രയാ മോഡല്? ആകെ 8 മാസത്തെ പഴക്കം. 2023 വണ്ടി. ഓക്കെ, 2023 വണ്ടി. HTX പെട്രോള്, മാനുവലാണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ, 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല. വാറണ്ടി 2026 വരെ ഉണ്ട്. പെട്രോൾ മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു 14-15 വരെയൊക്കെ മൈലേജ് കണ്ടാൽ മതി മാക്സിമം അല്ല? അല്ലല്ല, മാനുവലിനൊക്കെ കിട്ടും, 17 കിട്ടും. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, കിട്ടുന്നുണ്ട്. അതെ. മീറ്റർ കാണിച്ചാണ്. ക്ലസ്റ്ററിൽ കാണിച്ച ഒരു 2 കിലോമീറ്റർ ഒക്കെ കുറവേ കിട്ടും. കാണിക്കുന്ന കിലോമീറ്ററിന്റെ 2 കിലോമീറ്റർ ഒക്കെ കുറവേ ഉണ്ടാവും ക്ലസ്റ്റർ നോക്കുന്നതാണെങ്കിൽ. അത്ര ഓക്കെ മതി. ഓക്കെ, STX അല്ലേ? പ്ലസിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. ഇതിന്റെ മേലെ GT ലൈൻ പ്ലസ് എന്ന് പറഞ്ഞ ഇതിൽ തന്നെ ഓൾമോസ്റ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല. 360 ഡിഗ്രി ക്യാമറ ഉണ്ടാവില്ല, വെന്റിലേഷൻ സീറ്റും ഉണ്ടാവില്ല. അത്ര വ്യത്യാസം. ബാക്കി സൺറൂഫ്, ബാക്കി എല്ലാ ഓപ്ഷൻസും, ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വാറണ്ടി എത്രയാണ്? 4 വർഷം. എത്ര കൊടുക്കുന്നത്? 3 വർഷമാണ്. എക്സ്റ്റെൻഡ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. എന്തായാലും 2026 വരെ വാറണ്ടി നിലവിലുള്ള വണ്ടിയുണ്ട്. കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ്, വേറെ ഒന്നും എടുക്കണ്ട. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? ഇത് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 15,75,000. ഇതിന് ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 18,75 ഉള്ള ഇപ്പൊ 15,75. 3 ലക്ഷം രൂപ മാറ്റം വന്നു കഴിഞ്ഞു 8 മാസം പഴക്കമുള്ള വണ്ടിക്ക്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, പുതിയ വണ്ടി നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്നിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും പുതിയ എടുക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് വില ഫൈനലൊന്നും അല്ലല്ലോ? അല്ല, അത് നമുക്ക് റേറ്റ് മാറ്റം വരുത്തി കൊടുക്കാമല്ലോ. ആയിക്കോട്ടെ. ആർക്കും ഓക്കെ. ലോൺ മാക്സിമം കയറുമല്ലോ? 90-95% കയറും, എല്ലാത്തിനും കയറും. ഓക്കെ, നല്ല അടിപൊളി ഒരു സെഡാൻ വാഹനമാണ് അടുത്തത്. KL11 കോഴിക്കോട് രജിസ്ട്രേഷനുള്ള Volkswagen Virtus. അതെ, പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2022 മോഡലാണ്. ആകെ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ, ഓട്ടോമാറ്റിക്, ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ. അതായത് സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി അലോയിൽ സ്ക്രീൻ, എല്ലാ കാര്യങ്ങളും, ഡിഫോഗർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സൺറൂഫ് ഇല്ല എന്നുള്ളൊരു കുറവേ ഉള്ളൂ. പിന്നെ 6,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. Volkswagen ഒരു സെഡാൻ നോക്കാൻ ആഗ്രഹിക്കുന്നവര്, അടിപൊളി ഒരു വാഹനം. നോക്കി നടക്കുന്ന ആൾക്കാർ അതിന്റെ മുകളിലാണ്. അതിനുശേഷം ഒരു അപ്ഡേഷൻ വന്നിട്ട് ഇറക്കിയ വാഹനമാണ്. എന്താ പറയാ, ഇത് ഈ പറഞ്ഞ കമ്പനി വാറണ്ടി കാര്യങ്ങളൊക്കെ 2025 10 മാസം വരെ വാറണ്ടി ഉണ്ട്. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. കമ്പനി അതായത്
ബോണറ്റിലൊക്കെ ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ട്. കാര്യങ്ങളൊക്കെ സാധാരണ സംഭവിച്ചത് റിമൂവ് ചെയ്യും. അങ്ങനെ സംഭവിച്ചത് ഇത് പൂച്ചെന്തോ മാന്തിയാന്നാ പുള്ളി പറഞ്ഞത്. അത് തന്നെയാണ് നിങ്ങൾ കണ്ട ചെറിയ സ്ക്രാച്ച് ആയിട്ടല്ല, ഒരു ലൈന് പോലെ ഇങ്ങനെ മേലെ വന്നത്. ജസ്റ്റ് പെയിന്റ് ഒന്നും പോയിട്ടില്ല. പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകും. പെയിന്റ് ഒന്നും പോയിട്ടില്ല, അത് മാത്രം ജസ്റ്റ് ബോണറ്റിൽ മാത്രം, വേറെ ഒന്നും. നമ്മൾ ക്ലീൻ ആക്കി വൃത്തിയാക്കിയിട്ടേ കൊടുക്കുള്ളവർക്ക്. ബാക്കി എന്തായാലും ഓട്ടോ കൊണ്ട് നമുക്കൊരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാം. അത്രയും കുറവാണ് ഓട്ടോ, വളരെ കുറവാണ്. ആകെ ഒരു സർവീസേ കഴിഞ്ഞിട്ടുള്ളൂ, ഫ്രീ സർവീസ്. അപ്പൊ ഇതിപ്പോ ഈ ഒരു വാഹനം എടുക്കുന്നവർക്ക് പുതിയൊരു വാഹനം എടുക്കുന്നതിനേക്കാൾ ലാഭത്തിൽ തന്നെ എടുക്കാൻ പറ്റും. ധൈര്യത്തിൽ എന്തുകൊണ്ടും എടുക്കാം. ഓക്കെ, പുതിയതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചുരുങ്ങിയതിൻ്റെ ഒരു 4 ലക്ഷം രൂപ വ്യത്യാസമുണ്ട്. 4 ലക്ഷം. എനിക്ക് തോന്നുന്നു 2022 ഇതിന് എത്ര വരുന്നുണ്ടാവും? 2022 1765 റേറ്റ് വരുന്നുണ്ട്. 1765. ഇപ്പൊ നിങ്ങൾ എത്ര ചോദിക്കുന്നുണ്ട്? ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത് 1390 ആണ്. അതായത് 4 ലക്ഷം രൂപയോളം അടുപ്പിച്ചിട്ട് കുറച്ചിട്ടുണ്ട്. 3.25 ചോദ്യമല്ലേ? 13,000 അതും നോക്കിയിട്ട് ചെയ്തു കൊടുക്കും. ചെറിയ മാറ്റം ചെയ്യുകയും ചെയ്യാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്തായാലും നല്ലൊരു അടിപൊളി സെഡാൻ വാഹനമാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് GSC ആണോ വരുന്നത്? ടോർക്ക് കൺവേർട്ടർ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ലോണും മാക്സിമം കയറും. ഒരു 90-95% ലോണും കയറും. നമുക്ക് IT ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ 7 വർഷം വരെ ചെയ്തും കൊടുക്കാം. ലോണൊക്കെ ചെയ്ത് കൊടുക്കാം. ഒരു മാറ്റമില്ല, എപ്പോ വന്നാലും ഉണ്ടാവും. നെക്സോണ്, സെൽട്ടോസ്, ഹെക്ടർ, പിന്നെ ഹാരിയർ, ക്രെറ്റ ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. ടിയാഗോ, വണ്ടി മാറുന്നുണ്ട്. വണ്ടി മാറുന്നുണ്ട്. അതൊക്കെ ഇത് ഹെക്ടറാണ്. ഹെക്ടർ പ്ലസ് അല്ലല്ലോ, ഹെക്ടർ അല്ല. KL 43 രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. ഇത് 2019 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ് ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ടോപ്പിന്റെ ഓപ്ഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അത്ര ഓടിയിട്ടുള്ളൂ. 4 വർഷം. അതെ, നോർമൽ ഓട്ടോണ്. ഒരു പെട്രോൾ വണ്ടി കൊടുത്താൽ നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ക്ലെയിം അങ്ങനത്തെ ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും 13,90 ഉള്ളൂ. 13,90,000 രൂപയ്ക്ക് 2019 ഷാർപ്പ് ടോപ്പ് എൻഡ് 43,000 കിലോമീറ്റർ മാത്രം ഓടിയ MG ഹെക്ടർ 360 ഡിഗ്രി ക്യാമറയും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും. വണ്ടിയിൽ കുറച്ച് ഫീച്ചേഴ്സ് വേണമെന്നുള്ള ഒരു എടുക്കാൻ പറ്റിയ സെഗ്മെന്റ് ആണ് ഈ ഒരു MG. അതേപോലെ തന്നെ സെൽട്ടോസ്, ഇതൊക്കെ ഇതിലുണ്ട്. ഞാൻ പറയാം, രണ്ട് കാറ്റഗറിയാണ്. എന്നാലും പറയാണ്, ഫീച്ചേഴ്സ് നോക്കിയെടുക്കുമ്പോൾ ഓരോ സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിന്റെ സെഗ്മെന്റ് ഒരു ജീപ്പ് കോമ്പസ്, അതേപോലെ തന്നെ ഹാരിയർ, ഇതൊക്കെയാണ് വരിക. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ഫീച്ചറിസ്റ്റിക് ആണ്. സെൽട്ടോസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൽട്ടോസ് തന്നെയാണ് ക്രെറ്റ, പക്ഷെ ക്രെറ്റയിൽ സെൽട്ടോസിന്റെ അത്ര ഫീച്ചേഴ്സ് ഉണ്ടാവുന്നില്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും 13,90. ഓക്കെ, അതിൽ നമുക്ക് ഒരു 90% ലോണും കിട്ടും. ഓക്കെ, എന്തായാലും വിലയും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? വിലയും കുറച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഹാരിയർ KL 8 തൃശ്ശൂർ രജിസ്ട്രേഷൻ. ഡാർക്ക് എഡിഷൻ ആണ് ഇത്. ഡാർക്ക് എഡിഷൻ ആണല്ലേ? ഡാർക്ക് എഡിഷൻ ആണ്. ഇത് 2021 മോഡലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഡാർക്ക് എഡിഷൻ. ഒരു എഡിഷൻ തന്നെയാണ്. ഫുൾ ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ 2021 ഡീസലാണ്. ഓട്ടോ എത്രയായി? 36,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. നോർമൽ ഓട്ടോ, ഡീസൽ ഓട്ടോണ്. 2 വർഷം കൊണ്ടുള്ള ഡീസൽ ഓട്ടോണ്. മൈലേജ് ഉണ്ടാവില്ല അത്യാവശ്യം? മൈലേജ് ഒരു 16 വരെയൊക്കെ മൈലേജ് കിട്ടും. 16 വരെ കിട്ടും. ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 2 ലിറ്റർ എഞ്ചിനാണ്. നമ്മൾ എഞ്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ 2 ലിറ്റർ എഞ്ചിൻ. 3 കാറ്റഗറിയാണ് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ കളിക്കുന്നത്. ജീപ്പ് കോമ്പസ്, ഇത് MG ഹെക്ടർ. ഇതാണ് 2 ലിറ്ററിൽ കളിക്കുന്ന മെയിനായിട്ട്. അതിൽ തന്നെ 3 ടൈപ്പാണ്. 3 ടൈപ്പാ അല്ലേ? എല്ലാം കൊണ്ടും ഇത് സേഫ്റ്റി വൈസ് ഇതും ജീപ്പും വേറെ ലെവലാണ്. സേഫ്റ്റി വൈസ്, പെർഫോമൻസ് വൈസ് ചിലപ്പോൾ ജീപ്പ് കുറച്ച് കൂടുതൽ ഇതുണ്ടാവും. ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളുണ്ട്, അത്രേ ഉള്ളൂ. ഇതിലും പാനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓപ്ഷൻ സ്പെക് വൈസ് ആണെങ്കിൽ. പിന്നെ നമ്മൾ ചോദിക്കുന്നത് 18,45,000. 18,45,000 2021 വാഹനമാണ്. 21 ടോപ്പ് ആൻഡ് ഡാർക്ക് എഡിഷൻ വാഹനം. ഓട്ടോമാറ്റിക് ഡീസൽ. ടോർക്ക് കൺവേർട്ടർ ആണ് ഗിയർ വരിക. പിന്നെ ഇപ്പോഴത്തെ റേറ്റ് 30 ലക്ഷത്തിന്റെ പുറത്ത്. അന്നത്തെ കറക്റ്റ് എനിക്ക് അറിയില്ല. എന്നാലും ഒരു 10-28 ലക്ഷം 27 ലക്ഷം രൂപ എന്തായാലും ഉണ്ട്. 21-ലല്ലേ ഉണ്ട്. 2 വർഷത്തെ വ്യത്യാസമുള്ളൂ. വലിയ മാറ്റമൊന്നും വരാനില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കോൺടാക്ട് ചെയ്യാം. വേറെ പണികളൊന്നുമില്ല. ഒക്കെ വാറണ്ടി ഉള്ള വണ്ടികളാണ്. എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. കല്യാണം, പാല് കാച്ചൽ കല്യാണം. MG പറഞ്ഞോളൂ. ഇത് 2020 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഷാർപ്പ്. നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ 20. മനസ്സിലായി. നേരത്തെ 19. അപ്പൊ ഇതിനെത്ര വില ഉണ്ടെന്ന് കൂടി പറഞ്ഞായി. ഇത് 14,65,000. അതിന് 13,90. ഇത് 14,65.
ആയിക്കോട്ടെ, അത്രയല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. കിലോമീറ്റർ 36,000 കിലോമീറ്റർ ഒക്കെ ചെറിയ മാറ്റങ്ങൾ. അത് ഏകദേശം സെയിം തന്നെയാണ്. സെയിം തന്നെ, അത് വർഷത്തിൽ കണക്കായിട്ടുള്ള ഓട്ടം തന്നെ ഓട്ടം തന്നെ ഉണ്ടോ അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 2025 വരെ വാറണ്ടി ഉണ്ട്. പെട്രോളിൽ ഇത് വരുന്ന 1500 cc അല്ലേ? പെട്രോൾ 1500 cc വരുന്നത്. ഡീസൽ വരുമ്പോൾ 2000 cc വരിക. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. എത്ര മൈലേജ് കിട്ടും ഏകദേശം? മൈലേജ് കമ്പനി പറയണ വേണം, കമ്പനി പറയണത് അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ഒരു 10 തന്നെ അതന്നെ സ്ട്രേറ്റ് റോഡേ കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവസാനം പറഞ്ഞു പറ്റിച്ചെന്ന് പറയരുത്, അത്രേ ഉള്ളൂ. നമ്മൾ വണ്ടി കോൺഫിഡൻറ്റോടെ കമ്പനി 16 പറയുന്നുണ്ട്, 12, 13, 14 മൈലേജ് കിട്ടുന്ന വണ്ടിയാന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ടായിരുന്നു. ഒരു നമ്മൾ ഫസ്റ്റത്തെ ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ 5-6 വണ്ടി കൊടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മൈലേജ് ഒരു 11-12 കിട്ടുള്ളൂ. 11-12 മാക്സിമം. മൈലേജ് മാത്രം നോക്കിയിട്ടല്ല ഈ വണ്ടി ഒന്നും എടുക്കുന്നത്. അല്ല, ഇത് ഇതിന്റെ സ്പെക്ക് കൊണ്ടും അത്രയും പെർഫോമൻസ് കാര്യങ്ങൾ, സ്പെക്ക്, ഭംഗി അതുകൊണ്ടൊക്കെ എടുക്കുന്നത്. ഈ 1.5 ഒന്ന് കേട്ട് ചേട്ടൊന്നും വേണ്ട, വണ്ടി ഒന്ന് എടുത്തിട്ട് ഓടിക്കുമ്പോൾ മനസ്സിലാവും. അടുത്ത വണ്ടിയിലേക്ക് മനസ്സിലായി. ഹാരിയർ സെയിം ആണോ? വീണ്ടും ഇത് വ്യത്യാസമുണ്ട്, ഇയറുകൾ വ്യത്യാസമുണ്ട്. അതേ ഉള്ളൂ അല്ലേ? KL76 രജിസ്ട്രേഷൻ വൈറ്റ് ആണ്. ഇത് ഇത് 2019 മോഡൽ 20 രജിസ്ട്രേഷൻ, ഡീസൽ മാനുവൽ ആണ്. ഓക്കെ, പിന്നെ 41,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. ഡീസൽ ഇത് 2000 cc അല്ല? 2000 cc. ഇത് എക്സെറ്റ് ആണ് ഓപ്ഷൻ വരുന്നത്. അതായത് 10 എയർ ബാഗ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും, സൺറൂഫ് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. ഡുവൽ ടോൺ ആണ്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി സർവീസ്. 14,70,000 ചോദിക്കണം. 2019 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ, അത്രേ ഉള്ളൂ. ഡീസൽ 2 ലിറ്റർ. മൈലേജ് എനിക്ക് തോന്നുന്നൊരു 15 കിട്ടുമോ? 15-16 എന്തായാലും കിട്ടും. ഓക്കെ, വാറണ്ടി ഉണ്ടല്ലോ നിങ്ങളുടെ? നമ്മുടെ വാറണ്ടി ഉണ്ട്. എന്തായാലും എഞ്ചിനും ഗിയർ ബോക്സിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ വില ഒന്നും ഫൈൻ അല്ലല്ലോ? അല്ല, എല്ലാം നമുക്ക് ചെറിയ മാറ്റങ്ങൾ ചെയ്യാം. കാരണം എല്ലാം വീഡിയോയിൽ ചോദിക്കുന്ന ഒക്കെ അടുപ്പിച്ചിട്ടാണ്. അതിനെന്തെങ്കിലും ചെറിയ മാറ്റം നമുക്ക് എന്തായാലും ചെയ്യാം, ചെയ്ത് കൊടുക്കണം. എന്തായാലും ചെയ്ത് കൊടുക്കണം. വരുന്നല്ല അങ്ങനെ. അത്ര. ഓക്കെ. ടാറ്റാ നെക്സോൺ KL65 രജിസ്ട്രേഷൻ നെക്സോൺ ആണ്. അതെ, പറഞ്ഞോളൂ. ഇത് 2020 മോഡൽ 21 രജിസ്ട്രേഷൻ. എക്സെഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പെട്രോള് മാനുവൽ, 41,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 21 രജിസ്ട്രേഷൻ. 21 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ, 3 വർഷം കൊണ്ട് ഓട്ടം. സൺറൂഫ് ഇല്ലാത്ത മോഡലാണ്. എക്സെഡ് പ്ലസിലേക്ക് വരുമ്പോൾ സൺറൂഫ് ഒക്കെ വരുന്നത്. അതെ അതെ. ഇതിൽ ക്യാമറ, ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ് അതൊക്കെ തന്നെ വരുന്നുള്ളൂ. പിന്നെ അലോയ് വീലും ഇല്ല. ഓക്കെ, വീൽ കപ്പാണ് വരുന്നത്. കൂടുതലായിട്ട് നമ്മളൊന്നും പറയുന്നില്ല. ഇനി നിങ്ങൾക്ക് ഇതിന്റെ വേറെ മോഡൽ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോക്കിൽ ഇതിന്റെ വേറെ മോഡൽ ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. മിഡിൽ ഓപ്ഷൻ വരും, ചിലവുള്ള ഓപ്ഷൻ വരും. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ് സാർ? ഇങ്ങനെയാണ് സാർ. പറഞ്ഞോളൂ, എത്രയാണ് പ്രൈസ്? എങ്ങനെയാണ് ഇത് റേറ്റ്? നമ്മൾ ചോദിക്കുന്നത് 7,90,000. 2020 മോഡൽ 21 രജിസ്ട്രേഷൻ, 41,000 കിലോമീറ്റർ ഓടിയ നെക്സോൺ എക്സെഡ് ആണ്. 7,90,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഒരു 90% ലോണും കിട്ടുമല്ലോ? 90% ലോൺ കിട്ടും. മൈലേജ് 15 ആ റേഞ്ച് മൈലേജും കിട്ടും. 15 വരെ കണ്ടാൽ മതി. 15 വരെ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിൽ കിട്ടത്തുള്ളൂ. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അടുത്ത വണ്ടിയിലേക്ക് എന്താണെന്നറിയില്ല, ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഇത് നമ്മൾ അങ്ങനെ കാണാറില്ല. ഹ്യുണ്ടായ് അൽക്കാസറാണ്, KL1 രജിസ്ട്രേഷൻ. ബാക്കി ക്രെറ്റ, വെന്യൂ ഇതൊന്നും ഒഴിവാക്കില്ല. വലുത് കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. 11ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർ, ഡീസൽ, ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ, സിഗ്നേച്ചർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പിൽ 7 സീറ്റർ ഉള്ളത്. ഇത് 6 സീറ്റർ. 6 ആണ് വരുന്നത്. 6 സീറ്റർ ആണ്. പിന്നെ 6, 7 വരുന്നില്ല? അൽക്കാസറിൽ 7 വരുന്നില്ല. അതായത് നടുവിൽ ഒരു ഗ്യാപ്പ്. അത് ഇതിൽ നടുവിൽ ബക്കറ്റ് സീറ്റാണ് വരിക. അതെ അതെ. മറ്റേ ബെഞ്ച് സീറ്റ് പോലത്തെ. ഓക്കെ. പിന്നെ 33,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വാറണ്ടി ഒക്കെ 2025 11ാം മാസം വരെ ഉണ്ട്. 2025 വരെ വാറണ്ടി ലഭിക്കുന്ന ഹ്യുണ്ടായ് അൽക്കാസർ ഡീസൽ മാനുവൽ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ടോർക്ക് കൺവെർട്ടർ തന്നെ വരും അല്ലേ? അതെ 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 അതെ. ഓക്കെ, ഒരു 14-15 മൈലേജ് കിട്ടുമോ? 15-16 ഒക്കെ കിട്ടാറുണ്ട്. സ്ട്രേറ്റ് റോഡ് കിട്ടും, പക്കാ സ്ട്രേറ്റ് റോഡ് കിട്ടും. കമ്പനി 18 പറയണത്. ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും സ്ട്രേറ്റ് റോഡ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഫ്രണ്ട് കാണുമ്പോൾ പെട്ടെന്ന് കറക്റ്റ് എല്ലാം ക്രെട്ടൻ്റെ ഒരേ ഫീൽ തോന്നും. മറ്റേ ട്യൂസോണോ? ട്യൂസന്റെ പിന്നെ വെച്ചാൽ മൊത്തത്തിൽ ഇവിടെ ഒരു ഷേപ്പിൽ വ്യത്യാസം. ഇത് കാണുമ്പോൾ പെട്ടെന്നൊരു ഷേപ്പ് ഫ്രണ്ട്. അതിന്റെ ഒക്കെ ഒരു എന്താ പറയുക, കമ്പൈൻ. ഒരു മോഡൽ ഇങ്ങനെ അടിച്ചൊതുക്കി നീട്ടി വെച്ച് അങ്ങനത്തെ ഒരു ഡിസൈനാണ് മൊത്തത്തിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാ പ്രൈസിങ്? എങ്ങനെയാണ് നമ്മൾ വയ്ക്കുന്നത്? 22,75,000. ഓക്കെ, നിങ്ങൾ ഈ മോഡൽ കൂടിയാൽ മാത്രം എന്താ എടുക്കുന്നത്? കമ്പനി വാറണ്ടി ഉള്ളതുകൊണ്ട് സേഫ് ആയതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. സേഫ് ആക്കാതെ വെച്ചിട്ടാണ്. അധികം 22-23 വണ്ടികളൊക്കെ
എടുക്കുമ്പോൾ ഒരു ധൈര്യ എടുത്ത് കസ്റ്റമറോട് നാളെ ഇന്ന വാറണ്ടി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോഴും ഒരു ധൈര്യം. അല്ലെങ്കിൽ അന്ന് ഇറങ്ങുമ്പോൾ എത്ര ഉണ്ടെന്ന് അറിയോ? 27-30 അങ്ങനെ എന്തോ റേറ്റ്. അത്രയും വരുന്നുണ്ടായിരുന്നു അല്ലേ? ഈ ഓപ്ഷൻ സിഗ്നേച്ചർ. ഓക്കെ, അത്രേ ഉള്ളൂ. സിഗ്നേച്ചർ അല്ല, സിഗ്നേച്ചർ ഓപ്ഷനൽ ഓപ്ഷനിലാണ് അല്ലേ? ഓക്കെ. 4x4x4 നമ്മൾ 4x4 എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 4 കൂടെ 64 അല്ലേ? 64 ഈ വീഡിയോ ഒക്കെ സുജിത് മിസ് കാണുന്നുണ്ട്, ചീത്ത കിട്ടുന്ന സൈഡിലാക്കും. റെഡി 64 എൻ്റെ മിസ്സിന് തെറ്റാൻ വഴിയില്ല. ആയിക്കോട്ടെ. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ ഫോഴ്സ് കൂർക്ക? ഓക്കെ, അതെ. ഇത് 2021 മോഡൽ ഡീസലാണ്. 22 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. ഓക്കെ. ഡീസൽ, മാനുവൽ, പിന്നെ 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 35,000 അല്ലേ? 35,000 ഡീസൽ മാനുവൽ ആണ്. അതെ. 4 ലോക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട് അല്ലേ? 4 വീലും നമുക്ക് ഓരോ വീലും വേണമെങ്കിൽ സെപ്പറേറ്റ് ലോക്ക് ചെയ്ത് വെക്കാം. ലോക്ക് ചെയ്ത് വെക്കാം. അതായത് ഇനിയിപ്പോൾ ഒരു സൈഡ് പൂണ്ടുപോയാലും മറ്റേ 2 വീല് മാത്രം കറങ്ങുന്ന പോകുന്ന രീതിയിലാക്കാം. അങ്ങനെ ഒരു സിസ്റ്റം. നമ്മൾ താഴെ വേറെ ഫ്രീ ആയിട്ട് കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന വീല് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള വീല് പ്രവർത്തിപ്പിച്ചിട്ട് പെട്ടെന്ന് കയറ്റി കൊണ്ടുപോകാനൊക്കെ പറ്റും വണ്ടി അല്ലേ? അങ്ങനെ പറ്റും. ശേലവണ്ടന്മാർ അങ്ങനെ പറ്റും. കൂടുതലൊന്നും പറയുന്നില്ല. ജീവിച്ചു പോട്ടെ. പറഞ്ഞോളൂ ബാക്കി. ഇത് കസ്റ്റമർ വണ്ടിയാണ്. ഇവിടെ പാർക്കിംഗ് സൈഡ് വെച്ചിട്ടുള്ളതാണ്. നമ്മൾ ചോദിക്കുന്നത് 14,50,000 രൂപ. 14.5 ലക്ഷം അല്ലേ? 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ. മോഡൽ 21. ഓക്കെ. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി ഇല്ല, കഴിഞ്ഞിട്ടില്ല. 3 വർഷത്തേക്കാണ് വരുന്നത്. 2025 വരെ ഉണ്ട്. ഒരുപാട് എന്തൊക്കെയോ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ ആണ്. ഇതിന് പിന്നെ ഇങ്ങനത്തെ വണ്ടി പിന്നെ ഇങ്ങനെയാണല്ലോ, കുറേ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കുറേ കയറും. അല്ല, ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു, സൈഡിലൊക്കെ കുറച്ച് ഗ്രില്ലൊക്കെ വെച്ച് ലോക്ക് ചെയ്ത് സെറ്റാക്കിയാണ് എൻ്റെ മൈൻഡിലും ഇങ്ങനെ ഉണ്ട് ഇങ്ങനത്തെ വണ്ടി കാണുമ്പോൾ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ പ്രൈസ് പറഞ്ഞത്ര 14,50,000. 14.5 ലക്ഷമാണ്. അതിലൊരു 13.5 എന്താ ലോൺ കിട്ടും? ഇതിൽ 13.5 കിട്ടേണ്ടതാണ്. ഓക്കെ. ഇതെന്താ ഈ വണ്ടി എടുത്താണ്ടല്ലോ? വേണ്ട പോട്ടെ, പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇതിൻ്റെ പിക്ക് എടുത്താൽ തന്നെ എന്തൊരു മജിയാ. എൻ്റെ ഇൻസ്റ്റാഗ്രാം കയറിയൊക്കെ അതവിടെ കേട്ടെ. ബോൾസിന്റെ ഷോറൂം ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. അവിടെ കൂടുതലുണ്ടെങ്കിൽ ഡീറ്റെയിൽ അറിയണത് തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ കൊണ്ടുപോയി നോക്കിയാൽ മതി. ഫുള്ള് ഒരു പ്രശ്നമില്ല. അപ്പോൾ വേറൊന്നുമില്ലല്ലോ? വേറൊന്നുമില്ല. ഓക്കെ. ആദ്യമായിട്ടാണ് ഒരു വെറൈറ്റി വണ്ടി കാണുന്നത്. അടുത്ത നമുക്ക് ഇനി താറൊക്കെ വരാണ്ട്. അല്ല, താറ ആദ്യം കാണിക്കുന്നതാണ്, ഇവർക്ക് കാണിച്ചിട്ടില്ല. പിന്നെയും അവൻ വന്നു. സെൽട്ടോസ് KL 7 എറണാകുളം രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ? എങ്ങനെ ഓപ്ഷൻ ഒക്കെ? ഇത് 2019 മോഡലാണ്. 20 രജിസ്ട്രേഷൻ. HTX പെട്രോൾ IVT ആണ് വണ്ടി വരുന്നത്. ഓട്ടോമാറ്റിക്. പിന്നെ സിംഗിൾ ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 20 രജിസ്ട്രേഷനിൽ 56,000. 3 വർഷം കൊണ്ട്. ഓക്കെ, കുഴപ്പമില്ല. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ സീറ്റ് വെന്റിലേഷനോ അങ്ങനത്തെ ഒന്നും വരില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, സ്ക്രീൻ, അലോയ് വീല്, ബാക്ക് ക്യാമറ, എല്ലാം വരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ. പ്രൈസിങ് റേറ്റ് നമ്മൾ നോക്കിയാൽ 14,35,000. 14,35. 2019 മോഡൽ, 20 രജിസ്ട്രേഷൻ, സെൽട്ടോസ് HTX ആണ്. ഓട്ടോമാറ്റിക് IVT. അതിൽ ടയർ 4 പുതിയതാണ്. ഒരു 200 കിലോമീറ്റർ പോലും ഓടിയിട്ടില്ല. അതേപോലെ ലേറ്റസ്റ്റ് സർവീസും കഴിഞ്ഞതാണ്. സർവീസൊക്കെ ഇനി ഒരു 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ചെയ്താൽ മതി. ഓക്കെ, അത്രയുള്ള കാര്യങ്ങൾ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. Volkswagen Tiguan KL 13 രജിസ്ട്രേഷനിൽ കിടക്കുകയാണ് വാഹനം. അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡലാണ്. പെട്രോള്, മാനുവൽ, മിഡിൽ ഓപ്ഷൻ, ഹൈലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 1.0 ടർബോ. അതെ. 1.5 ഉണ്ട്. 1.5 ഉണ്ട്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2025 വരെ വാറണ്ടി ഉണ്ട്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. ഓക്കെ. 1000 cc ആണ്, പക്ഷേ ടർബോ ആണ്. പവർ ഉണ്ടാവും. ടർബോ ചാർജ് ആണ്. അപ്പോൾ ടർബോ പിടിക്കുമ്പോൾ അതിന്റെ പവർ കിട്ടും വണ്ടിക്ക് അല്ലേ? അത്യാവശ്യം മൈലേജ് ഉണ്ടാവല്ലോ? മൈലേജ് ഉണ്ട്. 15 റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ടൈഗോൺ ഒക്കെ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ? നല്ല പവറാണ് അല്ലേ വണ്ടി? പിന്നെ അടിപൊളി. ഓക്കെ. അപ്പോൾ പ്രൈസിങ് എങ്ങനെ ഇപ്പോൾ? ഇത് 12,85,000. 12,85. 2022 ടൈഗോൺ ആണ്. ഓക്കെ. ടോപ്പ് എൻഡ് അല്ലേ? ഹൈലൈന്, അതായത് ഇതിന്റെ മുകളിൽ ടോപ്പ് ലൈൻ ഉണ്ട്. ടോപ്പ് ലൈനിൽ വരുമ്പോൾ സൺറൂഫ് വരും. ബാക്കിയുള്ള സ്ക്രീന്, ക്യാമറ, അലോയില്, ഡീഫോഗർ. വാറണ്ടി എത്ര കൊടുക്കുന്നുണ്ട് Volkswagen? 3 വർഷം. 25 എക്സ്റ്റെൻഡ് ചെയ്യാം.
അതുപോലെ സർവീസ് പാക്കേജ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം. ഇതെല്ലാം എടുത്തു വെക്കുന്ന നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയാറുണ്ട്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ, ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും വാറണ്ടിയൊക്കെ നിങ്ങളുടെ വണ്ടിക്ക് കിട്ടുമെങ്കിൽ എടുത്തു വെക്കുക. കുറച്ച് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായാലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുന്നതിന് തുല്യമാണത് അല്ലേ. പിന്നെ എന്ത് പണി വന്നാലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ വണ്ടീനെ അയാൾക്കൊക്കെ പിന്നെ എപ്പോഴെങ്കിലും വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഒരു EV കിട്ടിയിരിക്കുകയാണ്. നെക്സോൺ EV ആണ്. KL19 രജിസ്ട്രേഷൻ വാഹനം. അതെ, പറഞ്ഞോളൂ. ഇത് 2020 മോഡലാണ്. 21 രജിസ്ട്രേഷൻ. EV XZ പ്ലസ് ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ് അല്ലേ? ടോപ്പ് എൻഡ് ഓപ്ഷനാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡൽ. സെക്കൻഡ് ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള 63,000 ഓടിയ വാഹനമാണ്. അതെ. പിന്നെ മൈലേജ് ആണ് മെയിൻ. 230 എന്തായാലും കിട്ടും. ഒരു ചാർജ് 230 കിട്ടും. അതായത് കമ്പനി പറയുന്നത് 280, 300 അങ്ങനെ എന്തോ ആണ്. 300 ഇത് 230 കിട്ടും. ഓക്കെ, ഇത് നമ്മൾ പണ്ട് കാണിച്ചിട്ടുണ്ട്. EV ഇറങ്ങുന്നതിന് മുന്നേ ഈ വണ്ടി നമ്മൾ EV ഇറങ്ങുന്നതിന് മുമ്പല്ല, അതിന് ശേഷം. ഇത് ഇവിടെ നിന്ന് തന്നെ കൊടുത്ത വണ്ടിയാണ്. ഇപ്പോൾ കസ്റ്റമർ ഇവിടെ പാർക്കിംഗ് സൈഡിൽ വെച്ചിട്ടുള്ളതാണ്. പുള്ളി ഈ പറഞ്ഞ ഇതിപ്പം അങ്ങനെ യൂസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ചെറിയൊരു വണ്ടിയിലേക്ക് മാറാന്നുള്ള രീതിയിലേക്ക്. അല്ല, വലിയ മെയിൻ്റനൻസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഓട്ടോ ഉള്ളവർക്കും ഓട്ടോ ഇല്ലാത്തവർക്കും ഒക്കെ എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓട്ടോ ഇല്ലാത്തവരെ എടുക്കണ്ട, ഓടിച്ചാലേ മുതലാവും. വണ്ടീൻ്റെ പൈസ മുതലാവട്ടെ. ബാറ്ററി ലാഭിക്കണ്ടേ, വണ്ടീൻ്റെ പൈസ മുതലാവട്ടെ, ഒറ്റ കാര്യമില്ല. ഓക്കെ, പ്രൈസിങ് ഞാനിപ്പോൾ ഇതിപ്പോൾ റേറ്റ് ചോദിക്കുന്നത് നമ്മൾ 12,75,000. 12,75. ഓക്കെ, 2021 വാറണ്ടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? വാറണ്ടി ഒക്കെ കഴിഞ്ഞു. നിലവിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ടയർസ് ഒക്കെ അത്യാവശ്യം നല്ല ടയർസ് ആണ്. അല്ല, ഇത് കഴിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. ബാറ്ററിന്റെ വാറണ്ടി 8 വർഷത്തേക്ക്. മോട്ടർ അതിൻ്റെ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബാക്കി വണ്ടീൻ്റെ ബാക്കിയുള്ള മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞു. ബാക്കി മൊത്തത്തിൽ എന്താ ഇതിന് ഉണ്ടാവാൻ എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എന്തോ ഉണ്ടാവായിരിക്കും. സർവീസ് ഒക്കെ എന്താ പറയുക, നമ്മുടെ മൊബൈലൊക്കെ പറ്റി ഇതൊക്കെ പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യുന്നല്ലോ, എന്തൊക്കെ ചെറിയ പരിപാടികളുള്ളൂ, അതൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മിക്കവാറും സ്റ്റിയറിംഗിന്റെ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ എന്തൊക്കെ പരിപാടി, വേറെ ഒന്നുമില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ക്രെറ്റ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. പഴയ ഷേപ്പാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ. ഇത് 2017 മോഡലാണ്. SX പ്ലസ് പെട്രോൾ മാനുവൽ വണ്ടി. ഓക്കെ, ഓട്ടം 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓട്ടം കുറവാണ്. വളരെ കുറവൊന്നുമില്ല. അത് 55 പറഞ്ഞാൽ ഒരു വർഷം ഒരു 15 വെച്ച് കൂട്ടിക്കോ. പെട്രോൾ ക്രെറ്റ 15,000 കിലോമീറ്റർ. അത് വേണ്ട, 10,000 വെച്ച് കൂട്ടിക്കോ. 60,000 കിലോമീറ്ററിന് മുകളിലായി. 6.5 വർഷമായി. വളരെ കുറവാണ് പറയാ. അല്ലേ, കുറവാണല്ലോ. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ. ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്ലസ് ആണ്. അതായത് ഇതിന്റെ മേലെ പിന്നെ ഒരു ഓപ്ഷനിലാണ് വരുന്നുള്ളൂ. ഓപ്ഷൻ മാറ്റമുണ്ടാവും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിലും വരുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ പ്രൈസിങ്. ഇത് റേറ്റ് വയ്ക്കുന്നത് 8,75,000. 75,000. 8,75,000. 2017 ക്രെറ്റയാണ്. ഓക്കെ, 8 lakhs ലോൺ ഉണ്ടാവുമല്ലോ. നമുക്കൊരു 7.25, ഒരു 85-90% എന്തായാലും ലോൺ പാസ്സാക്കി കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്രോൾ ആണ്. മൈലേജ് എങ്ങനെയായാലും 15 വരെയൊക്കെ മാക്സിമം കണ്ടാൽ കിട്ടും. മാക്സിമം അത്രേ കിട്ടൂ, ഉള്ളിലേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത വർഷം പുതിയ സ്റ്റോക്ക് വന്നിട്ട് വീണ്ടും കാണാം. അല്ലേ? അതെ, ഒരു സെക്കൻഡ് എപ്പിസോഡ് വരാണ്ട് ഷൂട്ട് ചെയ്യണം നമുക്ക്. അല്ല, അത് ഷൂട്ട് ചെയ്യാം, അതുകൊണ്ടോട്ടെ. അപ്പോൾ ഇനി അടുത്ത വർഷം അയ്യോ ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അനസിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, വീഡിയോയിലുണ്ടാവും. അപ്പോൾ കൂടുതൽ എന്താ പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ക്യാപ്സിൻ്റെ പേജ് ഫോളോ ചെയ്യുക. പിന്നെന്താ, ക്യാപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഫോളോ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനലുണ്ട് നീംടെക്കിൻ്റെ, അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ പണിപ്പുരയിലാണ്, അതിലിങ്ങനെ അപ്ഡേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരിങ്ങനെ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ ഡാറ്റാസ് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പുതിയ സ്റ്റോക്കൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.